ഖൊറംഷെർ എന്നുള്ളത് ഇറാനിലെ ഒരു നഗരത്തിൻ്റെ പേരാണ്. ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖ് അത് പിടിച്ചെടുക്കുകയും പിന്നീട് ഇറാൻ സൈന്യം അത് തിരിച്ചു പിടിക്കുകയും ചെയ്ത ഒരു കഥ ഇതിന് പിന്നിലുണ്ട്. ഈ ഒരു പേരിന് പിന്നിൽ അവർ അവരുടെ ശക്തിയാണ് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. സെജ്ജിൽ പുറത്തു വന്നപ്പോൾ അതാണ് ഏറ്റവും വലുത് നമ്മൾ വിചാരിച്ചു. ഫത്താഹ് വന്നപ്പോൾ, ഹൈപ്പർസോണിക് വന്നപ്പോൾ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഖൊറംഷെർ ഇറക്കിയപ്പോൾ ലോകം വിചാരിക്കുന്നു അതാണ് ഏറ്റവും വലുതെന്ന്. ഈ ഖൊറംഷെറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹെവി പേലോഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റ് മിസൈലുകളേക്കാൾ കൂടുതൽ വെയിറ്റുള്ള ബോംബുകൾ ഇതിന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ലോങ് ഡിസ്റ്റൻസ് അറ്റാക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് മുഴുവനും, ചിലപ്പോൾ യൂറോപ്യൻ കൺട്രികളുടെ ഭൂരിപക്ഷ ഭാഗങ്ങളും ഇത് റീച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മിസൈലിന് മറ്റൊരു പ്രത്യേകതയാണ് ഉയർന്ന വേഗത. ഇതിനെ കണ്ടുപിടിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് ഒരാൾക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇറാൻ അവരുടെ മിസൈൽ ശേഷി പുറത്തെടുക്കുന്നതോടുകൂടി തന്നെ അവരുടെ ഡിഫൻസ് സിസ്റ്റവും വളരെ ഗൗരവമുള്ളതാണെന്നാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ മനസ്സിലായത്. അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ഉപയോഗിക്കുന്ന യുദ്ധവിമാനമാണ് F-35 ലൈറ്റനിങ് II. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഏകദേശം 800 കോടി രൂപ വിലയുള്ള F-35 എന്നുള്ള പോർവിമാനമാണ് ഇറാൻ വെടിവെച്ചിട്ടിട്ടുള്ളത്. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയുള്ള പോർവിമാനമാണ് F-35 Stealth II എന്നുള്ളത്. ഇത് സാധാരണ റഡാറുകളിൽ കണ്ടുപിടിക്കാനും അതിനെ ആക്രമിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായ ഒരു കാര്യമാണ്, ഇറാൻ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ സൈനിക ശേഷിയിലും യുദ്ധം കൊണ്ടൊന്നും പെട്ടെന്ന് തളർത്താൻ പറ്റാത്ത ഒരു വലിയ ശക്തിയായ രാജ്യമാണ് ഇറാൻ എന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതൊരു നാണക്കേട് തന്നെയാണ്.